Strike from Akhil. Royal Kerala opened their account. Planned a miss. And another two in a row miss for Jibin. And another miss. Anu Krishnan doing a great job, just conceding one run in first four balls. സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള ജിബിന്റെ ഒരു ശ്രമം. സിംഗിൾ കൺസീഡ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ഓവറിൽ റോയൽ കേരള ഒരു ഒരു ഓവർ തീരുമ്പോൾ ജസ്റ്റ് രണ്ട് റൺസാണ് നേടിയിരിക്കുന്നത്. അനു കൃഷ്ണന്റെ ഒരു മനോഹരമായ ഒരു ഓവർ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ജെറി കൃഷ്ണൻ ഓവർ സ്റ്റാർട്ട് ചെയ്യും. ജിബിൻ കോൺസിക്യൂട്ടീവായി 4 ബോളുകൾ കട്ട് ഷോട്ടിന് ശ്രമിക്കുന്നു, മിസ്സാവുന്നു. അതൊരു ഓവർ ത്രോയിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജിബിൻ സ്ട്രൈക്കിൽ നിന്ന് മാറിയിരിക്കുന്നു. അനാവശ്യമായ ഒരു റൺ കൺസീഡ് ചെയ്തിരിക്കുന്നു ഹാമിൽട്ടൺ ഫാൽക്കൻസ്. അഖിലിന്റെ ഒരു സ്വിംഗ് ആൻഡ് എ മിസ്. തീർത്തും ബാറ്റിങ്ങിന് ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനോഹരമായ ഷോട്ട്. ബ്യൂട്ടിഫുൾ 6 ഓവർ മിഡ് വിക്കറ്റ്. റോയൽ കേരളയുടെ ഫസ്റ്റ് ബൗണ്ടറി വന്നിരിക്കുന്നു. മറ്റൊരു അത്യുഗ്രൻ ഷോട്ട്. അഖിലിത ഫോമിലേക്ക് വന്നിരിക്കുന്നു. ആദ്യത്തെ ഓവർ മികച്ച രീതിയിൽ ബോൾ ചെയ്തെങ്കിലും രണ്ടാമത്തെ ഓവറിൽ 2 6 കൺസീഡ് ചെയ്തിരിക്കുകയാണ് ഫാൽക്കൻ. മറ്റൊരു അത്യുഗ്രൻ ഷോട്ട്, ജസ്റ്റ് ബീറ്റിംഗ് ദ ഫീൽഡർ ഫോർ അനദർ 6. അത്യുഗ്രൻ ബാറ്റിംഗുമായി അഖിൽ മുന്നേറുന്നു. എ മച്ച് നീഡഡ് ഓവർ ഫോർ റോയൽ കേരള.
മൂന്നാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാ ജിബിനും ഒരു മികച്ച ഒരു സിക്സറിലൂടെ ടീമിന്റെ സ്കോർ ഉയർത്തുകയാണ്. ഗ്രേറ്റ് ഷോട്ട്, ഗ്രേറ്റ് ഒരു ഓവർ പിച്ച് ബോൾ right in the slot for Jibin. He got the maximum result out of it. മറ്റൊരു അത്യുഗ്രൻ ഫ്ലാറ്റ് ഷോട്ട് ഗ്യാപ്പിൽ തന്നെ. രണ്ട് റൺസ് നേടിയിരിക്കുന്നു ആ ഷോട്ടിലൂടെ. പെർഫെക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. ബട്ട് ഔട്ട്ഫീൽഡ് വെരി സ്ലോ ഹിയർ ആഫ്റ്റർ ദ ഹെവി റെയിൻ. ഇറ്റ്സ് എ വൈഡ് ബോൾ. The bowler is definitely feeling the pressure, Sijo Baby, conceding 8 runs in first 2 balls. Oh, full length delivery, but runs just ഒരു സിംഗിൾ മാത്രം കൺസീഡ് ചെയ്യുന്നു. മറ്റൊരു അത്യുഗ്രൻ ഷോട്ട് ഫ്രം അഖിൽ. ബൗണ്ടറി നേടിയിരിക്കുന്നു അഖിൽ. അതാ ഒരു കോട്ടാൻ ബോളിലൂടെ അഖിലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സിജോയുടെ ഒരു ബ്യൂട്ടിഫുൾ കംബാക്ക്. ഫസ്റ്റ് ബ്ലോ ഫോർ റോയൽ കേരള. Akhil departs for 23 from 8 balls. Next batsman is in. Captain Belvin Babu ആണ്. Belvin is a left-handed batsman. He's surely checking for its scoring opportunities. അതാ ഫസ്റ്റ് ബോൾ തന്നെ ഒരു അത്യുഗ്രൻ സിക്സറിലൂടെ ബെൽവിൻ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. എ ബ്യൂട്ടിഫുൾ ഫുൾ ഷോട്ട് ഓവർ സ്ക്വയർ ലെഗ്. Such a great shot. Ends the over with a 6. That's 41 runs for Royal Kerala in just 3 overs. That's a wide ball. Great shot from Jibin. മറ്റൊരു അത്യുഗ്രൻ സിക്സ്. തുടക്കത്തിൽ കുറച്ച് ബോളുകൾ സെറ്റിൽ ആവാൻ എടുത്തെങ്കിലും ജിബിൻ അതിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ ബ്യൂട്ടിഫുൾ സിക്സ്. Wind is strongly in favor of the batsman here. മറ്റൊരു അത്യുഗ്രൻ ഷോട്ട് ടു ലോങ് ഓൺ, ബട്ട് ജസ്റ്റ് getting a single.
അതാ ബെൽവിന്റെ മറ്റൊരു അത്യുഗ്രൻ സിക്സ്. Another great hit over square leg and mid wicket region. A great pull shot. He's getting so much time to play his shots here. Belvin getting 2 runs from that shot. Great shot from Belvin. A catch attempt, but defeating the fielder, and another 6 for Belvin. Belvin and Jibin clearly turning the gears. 3.5 ഓവറിൽ 63 റൺസിന് ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് റോയൽ കേരള മുന്നേറുകയാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ലാസ്റ്റ് ബോൾ. അതാ മറ്റൊരു അത്യുഗ്രൻ ഷോട്ട് ഓവർ ലോങ് ഓഫ് 69 runs from 4 overs. Belvin just from 5 balls he just scored 26 runs so far. Anish is the new bowler. Oh, Jibin trying for a cut shot, but clearly nicking that one to the keeper. First ball ends in a wicket for Hamilton Falcons. A much needed one here. But I think Jibin has done his role beautifully here. Now it's to the finishers to play the last over here. Ebin is the new batsman. White ball concede ചെയ്തിരിക്കുകയാണ്. A great shot, but fielder is under it, but the fielder couldn't judge the ball properly and couldn't complete the catch, but it was a clear opportunity went down here. They scored 2 runs from it. And another good ball, but just a single this time to long off. A good over so far from Anish Johanan here. Let's see what Belvin can do. He just scored 26 from just 5 balls here. He's clearly on song today, and the wind is in his favor. Another great shot, but this time when
Fielder couldn't complete the catch. It's just 2 runs. That will be surely called a wide now. 75 in 4.4 overs. Oh, and another nick. Belvin has been caught behind here. But it has been a great innings. Let's see the replay, how Belvin got out. Nandu is the new batsman. Last ball of the inning. Right in the block hole, just conceding a single. Oh, they are trying for another run. Let's see what happens. Oh, Ebin couldn't complete the run. They tried hard, but the plan didn't work out this time. So at the end of the innings, Royal Kerala lost 3 wickets for 77. Ebin is the last batsman who got run out. Our title sponsors, Disha Thotam, your partner in finding the right home. The Royal Kerala fielders are out in the field now. രണ്ട് വാക്ക് പൊക്കി പറയണോ?
ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്തോ എറർ കാണിക്കണ, പോസ്റ്റ് ആവണില്ല. ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കെ. എനിക്ക് അയാൾ അയച്ചു തന്ന ലിങ്കാണ്. ലിങ്ക് തുറക്കുമ്പോ അവിടെ പ്ലേ ലിസ്റ്റിലേക്കാ പോണത്. അപ്പൊ അതിന്റെ ഏറ്റവും അടിയിലുള്ള സാധനം കൊടുത്ത ലിങ്ക് കിട്ടും. സോറി ഫോർ ദ സ്ലൈറ്റ് ഇൻട്രപ്ഷൻ. ഹാമിൽട്ടൺ ഫാൽക്കൻസ് ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 7 റൺസ് നേടിയിരിക്കുന്നു. ക്യാപ്റ്റൻ ബെൽവിൻ ബാബു ആണ് നെക്സ്റ്റ് ബോളറായി എത്തിയിരിക്കുന്നത്. ബെൽവിൻ കമ്മിങ് ഫ്രം അറൌണ്ട് ദ വിക്കറ്റ്, സ്റ്റാർട്ടിംഗ് വിത്ത് എ ബൗൺസർ. But umpire thinks it's a clear wide and calls the first bouncer of the over. That's the catching opportunity, but lands in the no man's land. Shy at the stumps from the wicketkeeper, conceding another run. 2 runs conceded, but should have been a catch, but no one could reach there on time. Ten runs after 1.1 overs completed. Royal Kerala changing their field, placing a short mid-wicket. Oh, catch goes down. It was a simple catch.
to shot third man should have been taken. Easy catch miss ചെയ്തിരിക്കുകയാണ് റോയൽ കേരള. We don't know if it would cost them. Anyway, good ball from Belvin. ഒരു തീയുണ്ട ബോൾ എന്ന് തന്നെ പറയാം. Batsman had no clue on that one. Beautiful ball from Belvin Babu. Giving no width to the batsman. Bowling full. Full shot try ചെയ്തിരിക്കുകയാണ് ബാറ്റ്സ്മാൻ നിജു. But just a single to deep mid wicket. Navaneet Sureshinte clean pickup. Another catch, a great catch from Darius. Beautiful diving catch. റോയൽ കേരളയെ മറ്റ് ടീമുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇങ്ങനെയുള്ള ഫീൽഡിംഗ് എഫേർട്ടുകൾ തന്നെയാണ്. ഒരു മികച്ച ക്യാച്ചോടെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഹാമിൽട്ടൺ ഫാൽക്കൻസിന്. അവർക്ക് ഇനി 3.2 ഓവർ ശേഷിക്കെ 65 റൺസ് കൂടി നേടണം. ആദ്യം ഒരു സിമ്പിൾ ക്യാച്ച് നഷ്ടപ്പെടുത്തിയെങ്കിലും മികച്ച ഒരു ക്യാച്ചിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ് റോയൽ കേരള. ബെൽവിൻ ഗോട്ട് ഈസ് മച്ച് ഡിസേർവ്ഡ് ഫസ്റ്റ് വിക്കറ്റ്. ഈ ഓവറിൽ ഇനി ഒരു ബോൾ കൂടെ ശേഷിക്കുന്നു. A good last ball from Belvin, shared the stumps. A good effort from the captain, just conceding 7 runs in this over. Sijo and a new batsman. ന്യൂ ബൗളറായി എത്തിയിരിക്കുന്ന റോയൽ കേരളയുടെ സ്പീഡ്സ്റ്റർ സിദ്ധാർത്ഥ് രാജ്. നമുക്ക് നോക്കാം സിദ്ധാർത്ഥ് രാജ് എങ്ങനെ ഈ ഓവർ തീർക്കുമെന്ന്. ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് given by the wicket keeper here. An over pitch ball just beating the mid-off fielder for a boundary. Over pitch ball മിഡ്-ഓഫിനെ കയറ്റി നിർത്തി എറിയുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലോഫ്റ്റഡ് ഷോട്ട് ഫ്രം സിജോ. Oh, a good bouncer. Great comeback from Siddharth Raj. Good fighting spirit shown by the bowler here. It's up in the air. Siddharth Raj takes it and gets his revenge done. തന്നെ അടിച്ച ബൗണ്ടറിക്ക് ഒരു ബ്യൂട്ടിഫുൾ മറുപടി നൽകിയിരിക്കുകയാണ് സിദ്ധാർത്ഥ് രാജ്. ആദ്യം ഒരു ബൗൺസറിലൂടെയും രണ്ടാമതൊരു സർപ്രൈസ് ബോളിലൂടെയും വിക്കറ്റ് നേടിയിരിക്കുകയാണ് സിദ്ധാർത്ഥ്. എ ഗ്രേറ്റ് ബൗളിംഗ് പെർഫോമൻസ് ഷോക്കേസ്ഡ് ബൈ റോയൽ കേരള ഹിയർ. Jaswin is the next batsman coming for ഹാമിൽട്ടൺ ഫാൽക്കൻസ്. ഹാമിൽട്ടൺ ഫാൽക്കൻസിന് 2.3 ഓവറിൽ 60 റൺസ് കൂടി നേടേണ്ടിയിരിക്കുന്നു. റോയൽ കേരള ക്ലിയർലി ഓൺ ദി ടോപ്പ് ഹിയർ.
മനോഹരമായ ഒരു ഓവറിലൂടെ കടന്നു പോവുകയാണ് സിദ്ധാർത്ഥ് രാജ്. 3 ബോളിൽ 4 റൺസ് മാത്രം കൺസീഡ് ചെയ്തിരിക്കുന്നു. Another great just short ball. ബാറ്റ്സ്മാന് ഒരു തരത്തിലുള്ള വിട്ട് അനുവദിക്കുന്നില്ല സിദ്ധാർത്ഥ്. മികച്ച ഒരു ബോൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഗെയിം. Another swing and a miss from the batsman. ആദ്യത്തെ ബോളിൽ ബൗണ്ടറി കൺസീഡ് ചെയ്തെങ്കിലും മികച്ച കംബാക്ക് ആണ് സിദ്ധാർത്ഥിയുടെ നടത്തിയിരിക്കുന്നത്. Hamilton Falcons couldn't get going. And another short ball. Batsman clearly beaten in pace and bounce here. ഒരു മനോഹരമായ ഒരു ഓവർ. വെറും 4 റൺസ് മാത്രമാണ് സിദ്ധാർത്ഥി ഓവർ കൺസീഡ് ചെയ്തിരിക്കുന്നത്. അനൂപ് പുള്ളിക്കൽ, our mortgage consultant. For financial advice and planning and financial education workshops, contact Udayan Purushothaman. Land share immigration, or for all your immigration needs here in Canada, via work permits, everything, they got it covered for you. That is the new bowler and a great hit from the batsman. One bounce over the boundary ropes for a good boundary here. Navneet Suresh couldn't cover that ball on time. Clearly placing the ball in the gap by the batsman. Niju S doing a great shot here. That is coming for his second ball of the over, and oh, it's a no ball. Oh my God, it's a clear no ball from the bowler. Batsman clearly beaten and bowled, but unlucky for the bowler and Royal Kerala here. മികച്ച ഒരു ബോൾ ഡെലിവർ ചെയ്യാൻ സാധിച്ചെങ്കിലും തൻ്റെ ഫുട്ട് ക്ലിയർലി ഓവർ ദ പോപ്പിംഗ് ക്രീസ്. ഒരു ഫ്രീ ഹിറ്റാണ് വരുന്നത്. മനോഹരമായ ഒരു ബൗൾ ഡെലിവർ ചെയ്തുകൊണ്ട് ഡാരിസ് കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഓ, ഇതാ വീണ്ടും ഒരു റിപ്പീറ്റ്. തന്റെ നേരത്തെ നോ ബോളിന്റെ റിപ്പീറ്റ് തന്നെ നടത്തിയിരിക്കുകയാണ് ഡാരിസ്. We can see how unlucky he is, but you can't blame anyone for the no ball. The bowler's mistake itself. Another free hit coming. It be called a wild, and it's a wide. The bowler has to redeliver the free hit now. He's delivering good lengths, but is clearly overstepping, which is causing him runs here and not getting the wickets he deserves. Another ball in the air from the batsman. Fielder's under it, but it's a free hit. A good catch. And another no ball. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് റോയൽ കേരള ടീം അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഓവറിലെ മൂന്നാമത്തെ നോ ബോളാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. ഷുവർലി ദ ബൗളർ ഈസ് ഹാവിംഗ് ടഫ് ടൈംസ് വിത്ത് ഹിസ് റൺ അപ്പ്. Dad is coming around the wicket to test his luck.
Another free hit coming. Already 10 runs from these first 2 balls. Good comeback from Darius so far. That's up in the air. Oh, a good recovery from Jibin. 2 runs considered again. Niju able to place the ball right between the 2 fielders. A great shot from Niju. That will be a 6. A great lofted shot over long off here. Right in the slot for Niju to loft the ball. ഒരു മനോഹരമായ ഷോട്ട് കളിച്ചിരിക്കുകയാണ് നിജു. ലോങ് ഓഫ് ഫീൽഡറിന് ഒരു ചാൻസും ആ ബോളിൽ ഉണ്ടായിരുന്നില്ല. Another good shot down the ground. Ebin can't cut it off. Another boundary. ഇരുപത്തിരണ്ട് റൺസ് ലാസ്റ്റ് ഓവറിൽ കൺസീഡ് ചെയ്തിരിക്കുന്നു. ഹാമിൽട്ടൺ ഫാൽക്കൺസ് 40 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 4 ഓവർ കഴിയുമ്പോൾ. നമ്മളുടെ സ്പോൺസേഴ്സ് ടൈക്ക, ട്രൂലി സ്പിരിച്വൽ, ട്രിനിറ്റി ഗ്രൂപ്പ്, ഓക്വിൽ മിറ്റ്സുബിഷി, സ്ട്രാറ്റ്ഫോർഡ് കിയ, സ്ട്രാറ്റ്ഫോർഡ് നിസാൻ അവരവരുടെ പുതിയ ഷോറൂം മിസ്സിസാഗയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്ദു കമ്മിങ് ടു ദി അറ്റാക്ക്. സ്റ്റാർട്ട്സ് വിത്ത് എ വൈഡ്. ഈ ഇന്നിങ്സിലെ ലാസ്റ്റ് ഓവർ ഹാമിൽട്ടൺ ഫാൽക്കൺസിന് ഒരു ഓവറിൽ 37 എന്ന ഇമ്പോസിബിൾ ടാസ്ക് ആണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയേണ്ടി വരും. That must be the game for Royal Kerala. മറ്റ് അബദ്ധങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ഗെയിം ഈസിയായി റോയൽ കേരളയുടെ കൈകളിൽ തന്നെ ഭദ്രമാണ്. That will be a 6. ഒരു ഗ്രേറ്റ് ഷോട്ട് നിജുവിൽ നിന്ന് ഓവർ ലോങ് ഓൺ. ഒരു സ്ലോട്ട് ബോൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓവർ പിച്ച് ആൻഡ് ഗുഡ് ലെങ്ത് ബോളുകൾക്ക് മാത്രമാണ് നിജു സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റോയൽ കേരളയുടെ ബൗളർമാർ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. Yeah, that's the way to go, but little far from the batsman, will be called a wide. It was a good length, but not the line. മറ്റൊരു വൈഡ് കൂടി കൺസീഡ് ചെയ്തിരിക്കുകയാണ് നന്ദു സുരേഷ്. ക്യാപ്റ്റൻ ബെൽവിൻ ബാബു ക്ലിയർലി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിജു 200 സ്ട്രൈക്ക് റേറ്റിൽ 30 റൺസ് നേടിയിരിക്കുന്നു. വീണ്ടും ഒരു ഓവർ പിച്ച് ബോൾ, ബട്ട് ദിസ് ടൈം നന്ദു വിക്കറ്റ് നേടിയിരിക്കുകയാണ്. ബൗൾഡാണ്. Inside a zone to the stumps, but it was a beautiful innings from Niju.
but he couldn't do it alone. നന്ദു ഒരു മികച്ച കംബാക്ക് നടത്തിയിരിക്കുകയാണ്. അടുത്ത 3 ബോളിൽ നിന്ന് 28 റൺസ് എന്ന ഇമ്പോസിബിൾ ടാസ്ക് ആണ് ഹാമിൽട്ടൺ ഫാൽക്കൺസിന്റെ മുന്നിലുള്ളത്. ഒരു മികച്ച ബൗളിംഗ് പെർഫോമൻസും ബാറ്റിംഗ് പെർഫോമൻസോടും കൂടി റോയൽ കേരള ഈ ഗെയിം വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ന്യൂ ബാറ്റ്സ്മാൻ ഈസ് ഉമേഷ്. എ സ്വിംഗ് ആൻഡ് എ മിസ്. നന്ദു ഫൈനലി തൻ്റെ റിതം കണ്ടെത്തിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മികച്ച കംബാക്കാണ് നന്ദു നടത്തിയിരിക്കുന്നത്. Oh, and again a wide. He's clearly trying to not to bowl into the slot of the batsman, but in the process he's conceding wides. But the clear plan is bowl away from the slot of the batsman. They step out and swing, but misses again. Nandu clearly mixing up his balls, not giving any idea for the batsman. Full length ball. ബാറ്റ്സ്മാന് സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പന്താണ്. റൺ ഔട്ട് ചാൻസ്. ദ ബാറ്റ്സ്മാൻ ഗീവ്സ് അപ്പ് ആൻഡ് ഇറ്റ്സ് എ വിക്കറ്റ്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം. Royal Kerala won by 25 runs. A clear domination from Royal Kerala players against Hamilton Falcons. We can see the players shaking off the hands. A good gesture. Our sponsors, St. Joseph Dental Clinic, Dr. Atlee George, currently welcoming new patients. N-Cube Logistics for all your logistics needs here in Canada. Cricket Store CA, one-stop shop for all your cricket gears. Ambika Jewelers, Mississauga.